നമ്മുടെ വീട്ടിൽ ഏറ്റവും ഡാമേജ് ആയിട്ടുള്ള ഡോറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാതിരിക്കാൻ എനിക്ക് പറ്റും, പക്ഷേ ഞാൻ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരിക്കലും കട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ടില്ല. ഡോറുകൾക്കടിയിൽ കൂടുതൽ ഗ്യാപ്പ് വരുന്നതിന് ഇത് കാരണമാകും. വീട്ടുകാർ പലരും പറഞ്ഞതായിരുന്നു, ഈ അടിപ്പടി ഇല്ലാത്ത മെയിൻ ഡോർ അത് അപകടമാണ്, ഈ ജന്തുക്കളൊക്കെ വരും എന്നുള്ളത് മേജർ കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ലോക്കിന് വരുന്ന ഈ ഹോൾസ്, ഞാൻ നേരത്തെ കാണിച്ച ഹോൾസിൻ്റെ ഇവിടെ പൊട്ടി ബ്രേക്കായി സ്ക്രാച്ച്, ഒരു ഡേഞ്ചർ സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അത് നന്നായിട്ട് റഫായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഡോറും നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് പറയാൻ കാരണം, ഈ ഒരു വീട്ടിൽ വുഡൻ ഡോർസ് ഉണ്ട്, സ്റ്റീൽ ഡോർ ഉണ്ട്, അതുപോലെ തന്നെ ഈ കാണുന്നത് മരത്തിൻ്റെ തടി കൊണ്ടുള്ള ഡോറുകൾ എക്സിറ്റ് ഡോറായിട്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഡാമേജ് ആകും. മരം കൊണ്ടുള്ള ഡോർ വേണോ സ്റ്റീൽ ഡോർ വേണോ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാണ്. ഡ്യൂറബിലിറ്റി പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്, കാലാവസ്ഥക്കനുസരിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ അത് ലാഭമാണോ ഇത് ലാഭമാണോ നോക്കുന്നത് അതിൻ്റെ പ്രൈസിലാണ്. ഹായ് ഫ്രണ്ട്സ്, ഒരു വീടാകുമ്പോൾ അതിൽ നല്ല ഡോറുകൾ വേണമെന്ന് എല്ലാവരും പറയാറുണ്ട്. അത് ഭംഗിക്ക് മാത്രമല്ല, നല്ല സെക്യൂരിറ്റി കൂടി വേണ്ടിയിട്ടാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സ്റ്റീൽ ഡോർ ആണോ നല്ലത്, മരത്തടി കൊണ്ടുള്ള മരത്തിൻ്റെ ഡോർ ആണോ നല്ലത്? ഇന്ന് മാർക്കറ്റിൽ വ്യത്യസ്തങ്ങളായ മെറ്റീരിയൽ ഡോർ വരുമ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ സ്വാഭാവികം. മരത്തടികൾ, സ്റ്റീല്, WPC, UPVC അങ്ങനെ നിരവധി മെറ്റീരിയലിൽ ഇന്ന് ഡോറുകൾ ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിൽ ഏത് തരം ഡോറാണ് നല്ലത് എന്നാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു വർഷമായി ഞാൻ ഉപയോഗിച്ച് എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്റ്റീൽ ഡോറുകളും മരത്തിൻ്റെ ഡോറുകളും ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കിടിലൻ വീഡിയോകൾ ഇനിയും വരും. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ഒരു വർഷം കൊണ്ട് എൻ്റെ വീട്ടിലുള്ള ഡോറുകൾക്ക് എന്ത് സംഭവിച്ചു, അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നമ്മളിതാ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള മരത്തടി കൊണ്ടുള്ള മെയിൻ ഡോർ ആയിരുന്നല്ലോ. ഈ മെയിൻ ഡോറ് നമ്മൾ പിവോട്ട് ഡോറുകളായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഡോറായിട്ട് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. മരത്തടി എന്ന് പറയാം, പക്ഷേ സാധാരണ ഡോറിനുണ്ടാവുന്ന ആ ഒരു ഹിഞ്ചസ് സിസ്റ്റം അല്ല ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഡോറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം വലിയ സൈസിൽ 1:10 സൈസിലാണ് നമ്മൾ ഈ ഒരു ഗ്യാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് എക്സ്ട്രാ ആണ് ഈ വിൻഡോ ചെയ്തിട്ടുള്ളത്. ഇത് തേക്ക് തടി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. ആ ഒരു സമയത്ത് വീഡിയോ കണ്ട ആളുകൾക്ക് അറിയാമായിരിക്കും. തേക്ക് തടി ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ്. അതിൽ നിന്ന് ഉണ്ടാക്കിയത് കൊണ്ട് ഇതിൻ്റെ കോസ്റ്റ് വളരെ നമുക്ക് കുറക്കാനും പറ്റി. അത് മാത്രമല്ല, അത് പൂർണ്ണമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതായിരുന്നു. 5 പ്രാവശ്യം പേപ്പർ ഇട്ട് പോളിഷ് ചെയ്താണ് ഈ ഡോറ് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിരുന്നത് കേട്ടോ. തേക്ക് തടിയെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യാനും അതിന് ഭംഗി കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു വർഷമായി ഇതിൻ്റെ ഫിനിഷിങ്ങിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ കൂടി ഇതിൻ്റെ ഫൈനൽ കോട്ട് MRFൻ്റെ മാറ്റ് ഫിനിഷ് ആണ് കൊടുത്തിരുന്നത്. അതിനുള്ള ഒരു ഫിനിഷ് ഇപ്പോഴും ഇതിൽ നിലനിൽക്കുന്നുണ്ട്. ഡയറക്റ്റ് വെയിൽ വരുന്ന ഒരു ഏരിയ ആണ്. ഈവനിങ് ടൈമിൽ ഡയറക്റ്റ് ഹിറ്റ് ചെയ്താൽ കളർ പോകുമെന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല, കാരണം ഹാഫ് സൈസ് മാത്രമാണ് വെയിൽ ഹിറ്റ് ചെയ്യുന്ന സ്ഥലം ഈ ഒരു ഭാഗത്തു നിന്ന്. അപ്പോൾ ഇവിടെ കളർ വേരിയേഷൻ ആയിട്ട് വന്നത് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ടോട്ടൽ ചെറിയൊരു ഫെയ്ഡ് വന്നിട്ടുണ്ട്, മരത്തടിയിൽ വരുന്ന ഫെയ്ഡാണ് അത് ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാലും ഇതിന്റെ ഫിനിഷ് നിന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റീൽ ഡോറായിട്ട് കമ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിൽ വരുന്നുണ്ട്. ഒരു വർഷം കൊണ്ടൊന്നും സ്റ്റീലിൽ ഒരിക്കലും ഒരു കളർ വേരിയേഷൻ വരില്ല. മരത്തടിയിൽ ചെറിയ രീതിയിൽ കളർ വേരിയേഷൻ വന്നു. അപ്പോൾ നമ്മളെ മെയിൻ ഡോറിൽ ഞാൻ കണ്ട ഒരു കുറവ് അതായിരുന്നു, നമ്മൾ 100% കസ്റ്റമൈസ് ആയതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്തതായിരുന്നു. അതിലെ പെയിന്റിങ്ങിൽ ചെറിയ പാളിച്ചകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ മരത്തടിക്ക് ഉണ്ടാവുന്ന ബെൻഡ് കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് ഈ ഡോറിന് വന്നിട്ടില്ല. അപ്പോൾ മെയിൻ ഡോർ ഏതാ അടിപൊളിയായിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെ അടിപൊളി തന്നെയാണ്. തിക്നെസ് കണ്ടില്ലേ? അപ്പോൾ അതുപോലുള്ള ഒരു കുറവ് ഇതിനകത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ മരത്തടിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും നമ്മളെ ഈ ഡോറിന് വന്നിട്ടില്ല. ഇത് മാത്രമല്ല, ഈ ഒരു ഐഡിയ കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഫ്ലോർ സ്വിങ്ങിൽ മെയിൻ ഡോർ ചെയ്തിട്ടുണ്ട്. അവരെനിക്ക് ഫോട്ടോ അയച്ചു തരാറുണ്ട്. ഈ ഡോറിന്റെ വീഡിയോ ചെയ്ത സമയത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞതാണ്, അത് മാത്രമല്ല നമ്മളെ പാരൻസും വീട്ടുകാർ പലരും പറഞ്ഞതായിരുന്നു, ഈ അടിപ്പടി ഇല്ലാത്ത മെയിൻ ഡോർ അത് അപകടമാണ്, ഈ ജന്തുക്കളൊക്കെ വരും എന്നുള്ളത്. ഇത് ഏറ്റവും ചെറിയ ഗ്യാപ്പിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വുഡ് ആകുമ്പോൾ അതിന് ബെൻഡ് കാര്യങ്ങൾ വന്നാൽ തൂങ്ങിപ്പോവാണെങ്കിലൊക്കെ ആയിരുന്നു ഇഷ്യൂ. പക്ഷെ അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല എന്നുള്ളതാണ്. ഡാം പ്രൂഫ് പോലുള്ള ഒരു മെറ്റീരിയൽ
മെറ്റീരിയൽ വാങ്ങാൻ കിട്ടും. നമുക്കറിയാം മരത്തടിയിൽ ഒട്ടിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റീലിന്റെ പാനൽ കിട്ടും. ഇങ്ങനെ പല മെറ്റീരിയൽ ഉണ്ട് ചെതൽ പിടിക്കാതിരിക്കാൻ. അങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ട് ചെതലിന്റെ ഒരു അറ്റാക്ക് വന്നില്ല. പിന്നെ നല്ല തേക്ക് തടി ആയതുകൊണ്ട് കുത്തല് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വെള്ള ഇല്ലാത്ത ഒരു ഡോറ് തന്നെയാണ്. ചെറിയ രീതിയിൽ വെള്ള ബാക്ക് സൈഡിൽ വരുന്നുണ്ട്, പക്ഷെ അവിടെയും ഒരു കംപ്ലൈന്റും വന്നിട്ടില്ല. ഒരു വർഷത്തിന് ശേഷം നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ച സ്റ്റീൽ ഡോറിന് എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതാ ഈ കാണുന്ന സ്റ്റീൽ ഡോർ നല്ല ഒന്നാം തരം തേക്ക് ഡോർ പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഫിനിഷിൽ വന്നിരുന്ന ഒരു സ്റ്റീൽ ഡോറാണ്. ഈ സ്റ്റീൽ ഡോറ് ഹവായി എന്നുള്ള ബ്രാൻഡിൻ്റെ ആട്ടോ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. ഇത് അത്യാവശ്യം റൂമുകൾക്ക് വേണ്ടി നമ്മൾ പ്രൊട്ടക്ഷൻ, സാധാരണ എല്ലാവരും എക്സിറ്റ് ഡോറിന് അതുപോലെ തന്നെ മെയിൻ ഡോറിനാണ് കൊടുക്കാറുണ്ട്. നമ്മളിത് മെയിൻ ഡോറ് വുഡും അതുപോലെ റൂം ഡോർസ് ഒക്കെ സെക്യൂരിറ്റി ആക്കിയതാണ്. ഈ കാണുന്നുണ്ട് നല്ല ഡിസൈൻ ആയിരുന്നു. ആ ഡിസൈൻ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കംപ്ലൈൻറ്റ് എന്ന് എനിക്ക് പറയേണ്ടത്, ഇത് ഞാൻ പറഞ്ഞത് ഇത് നല്ല രീതിയിലുള്ള പെയിൻറ്റ് HTTP എന്നുള്ള ഒരു പ്രൊട്ടക്ഷൻ വരുന്ന രീതിയിലുള്ള പെയിൻറ്റിംഗ് ആണ്. എന്നിരുന്നാലും സ്ക്രാച്ച്, ഒരു ഡേഞ്ചർ സ്ക്രാച്ച് വന്നിട്ടുണ്ട് ഇവിടെ. അത് നന്നായിട്ട് റഫായിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് അത് വന്നിട്ടുള്ളത്. അതിനെ റീപെയിൻറ്റ് ചെയ്യാനുള്ള സൗകര്യം അവർക്കുണ്ട് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതങ്ങനെ വെച്ചിട്ടുള്ളത്. കൂടുതൽ സ്ക്രാച്ചുകൾ വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒറ്റ ടൈമിൽ തന്നെ ചെയ്യാമല്ലോ. എന്നാൽ ഒരു വർഷം ആകുമ്പോൾ അങ്ങനെയുള്ള ഒരു കംപ്ലൈൻറ്റ്, വേറെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. ഇത് ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് ഫിക്സ് ചെയ്തത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഡേഞ്ചർ പ്രശ്നങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. കണ്ടില്ലേ, ഡോർ ഓപ്പൺ ചെയ്താൽ അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ അതുപോലെ തന്നെ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതിന് ഹിഞ്ചസിന് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതുപോലെ ഇതിന് റബ്ബർ ബുഷ് വരുന്നുണ്ടല്ലോ, അതൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എടുത്ത് പറയേണ്ടത്. അതൊക്കെ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഫിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, സർവീസ് കാര്യങ്ങളൊക്കെ അവരുടെ ഓക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു സ്റ്റീൽ ഡോർ തന്നെയാണ് ഇവിടെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സ്റ്റീൽ ഡോറിന് ഒരുപാട് ലോക്കുകളുണ്ട്. ഈ ലോക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ലാണ് യാഥാർത്ഥ്യം, അറിയാലോ. അപ്പോൾ ഉപയോഗിക്കാത്തതുകൊണ്ട് വല്ല കംപ്ലൈൻറ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. ഇതൊക്കെ ഇതാ അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് സിമ്പിളായിട്ടുള്ള ഒറ്റ ലോക്ക് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ അത് ഇപ്പോഴും കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നത്. കാരണം സ്റ്റീൽ ഡോറിൻ്റെ കൂടെ തന്നെ വരുന്നത് കൊണ്ട് അത് അത്രയും ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ഡോറും നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അത് പറയാൻ കാരണം, ഈ ഒരു വീട്ടിൽ വുഡൻ ഡോർസ് ഉണ്ട്, സ്റ്റീൽ ഡോർ ഉണ്ട്, അതുപോലെ തന്നെ FRP ഡോർ ഉണ്ട്. ഇനി അതിൻ്റെ കട്ടിലകളാണെങ്കിൽ സ്റ്റീൽ കട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്, മരത്തിൻ്റെ കട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്, കോൺക്രീറ്റിൻ്റെ കട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അലൂമിനിയം അൾജീരിയൻ ആയിട്ടുള്ള വിൻഡോ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് സ്റ്റഡി ചെയ്യാൻ, അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കൂടെ അതിൻ്റെ ഒരു അവയർനെസ് തരിക എന്നുള്ള ഉദ്ദേശത്തിൽ. ഈ കാണുന്ന ഡോറ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മരത്തടിയിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ കാണില്ലേ, നന്നായിട്ട് മരം പോലെ വരച്ചെടുത്തുള്ള തേക്കിൻ്റെ ഫിനിഷ്. ഇത് വന്നിരിക്കുന്നത് സ്റ്റീൽ വിൻഡോ, ടാറ്റ സ്റ്റീൽ കൊണ്ട് വന്നിരിക്കുന്ന ഒരു ഫ്രെയിമാണ്. കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിരിക്കുന്ന വാതിൽ കട്ടിലയാണ്. ഈ കട്ടിലയിൽ കൊടുത്തിരിക്കുന്ന മരത്തടി കൊണ്ടുള്ള ഡോറ് ഇത് റെഡിമെയ്ഡായിട്ട് പർച്ചേസ് ചെയ്തതാണ്. 5000 റുപ്പീസിനൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഡോറുകൾ കിട്ടുന്നുണ്ട്. മഹാഗണിയിലാട്ടോ അത് വന്നിട്ടുള്ളത്. മഹാഗണിയിൽ ഈ ഡോറിന് കൊടുത്തിരിക്കുന്ന പോളിഷ് അല്ല, ജസ്റ്റ് ക്ലിയർ കോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് എക്സ്പെൻസ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണാടിസ്ഥാനം ചെയ്തതാണ്. കാരണം ഗ്രൗണ്ട് ഫ്ലോറിലെ മെയിൻ ഡോറിന് നമുക്ക് നല്ല എക്സ്പെൻസ് കൂട്ടിയിട്ട് തന്നെ പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനകത്ത് ഒരു പോളിഷും ചെയ്തിട്ടില്ല. ഡോർ വാങ്ങി നേരെ ക്ലിയർ കോട്ടാണ് അടിച്ചത്. ആ ഒരു ഫിനിഷിങ് ഇതിൽ കിട്ടുമെന്ന് അറിയണമല്ലോ. ഒരു വർഷമായിട്ടും ഇതാ ഈ ഒരു ഭാഗത്ത് ഒരു കംപ്ലൈൻറ്റ് വന്നില്ല. കാരണം ഈ ഒരു ഭാഗത്ത് വെയിൽ അടിക്കുന്നേ ഇല്ല. നേരെ ബാക്ക് സൈഡിലേക്ക് നമുക്ക് നോക്കാം. ഈ ഒരു ഭാഗത്തേക്ക് വെയിൽ അടിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഓക്കെ, അതിൻ്റെ ഒരു റിസൾട്ട് കാണാണ്ട് ക്ലിയർ കോട്ട് അടിച്ചതുള്ള ഈ ഒരു ഭാഗത്തൊക്കെ ഇതാ വെയിലിൻ്റെ ആഘാതം ഏറ്റിട്ടുണ്ട്. ഇത് പോളിഷ് ചെയ്യാനെങ്കിൽ കുറച്ചുകൂടെ കാലം നന്നായിട്ട് കിട്ടിയേനെ എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതുമാത്രമല്ല, ഇത് അങ്ങനെ ഇടയ്ക്ക് മഴവെള്ളം പാറി വരുന്ന ഒരു ഫീൽ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മരത്തിൻ്റെ ഡോറുകൾ നമ്മൾ വെക്കുമ്പോൾ അതിനെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടെ ചെയ്തിട്ട് ചെയ്യണം എന്നാണ് അതിൻ്റെ കൂടെ അഡീഷണലി പറയാനുള്ളത്. ഈ ഒരു സ്റ്റീലിൻ്റെ കട്ടില ഉപയോഗിക്കുന്ന ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്, സ്റ്റീലിൻ്റെ കട്ടില നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ പ്രശ്നം പറയില്ല. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് കുറേ ആൾക്കാർ പറയുന്നുണ്ട് പെട്ടെന്ന് തുരുമ്പ് പിടിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ടാറ്റ സ്റ്റീലിൻ്റെ 304 ചെയ്ത ക്വാളിറ്റി ഉറപ്പ് വരുത്തി ചെയ്യുക. അതുപോലെ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇത് വരുന്ന ഈ ഹോൾസ് കണ്ടില്ലേ, ഇത് ഈ സ്റ്റീലിൽ കറക്റ്റായിട്ട് ആ ഹോൾസ് വരും, അതിലേക്ക് ലോക്ക് കറക്റ്റായിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. പക്ഷേ നമ്മൾ സാധാരണ കോൺക്രീറ്റിൽ വരുമ്പോൾ അതിന് ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഒരിക്കലും ഇത്ര കറക്റ്റായിട്ട് കിട്ടില്ല. ആ ഒരു ചെറിയ ചെറിയ വൈബ്രേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഡാമേജ് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കോൺക്രീറ്റ് കൊണ്ടുള്ള കട്ടില ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വാതിൽ കട്ടില കയ്യൊന്ന് ഒഴിവാക്കുക.
എന്നാൽ ഇതുപോലുള്ള കോൺക്രീറ്റിൻ്റെ വിൻഡോകൾ നിങ്ങൾ മാക്സിമം ഫസ്റ്റ് ഫ്ലോറിലൊക്കെ യൂസ് ചെയ്യുക. കാരണം റെയർ ആയിട്ടല്ലേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ. കോൺക്രീറ്റിൻ്റെ കട്ടിലയുടെ കൂടെ തന്നെ കളർ ഫെയ്ഡായ ഒരു വിൻഡോ ഫ്രെയിം കാണുന്നുണ്ട്. ഇത് വുഡല്ല വരുന്നത്, അല്ലെങ്കിൽ സ്റ്റീലിൽ പെയിൻറ് ചെയ്തതും അല്ല. ഇത് റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന അലൂമിനിയം വിൻഡോ ആണ് കേട്ടോ. ഈ കളറിലേക്ക് മാക്സിമം മാച്ച് ചെയ്യുന്ന ഒരു കളർ ഇതേ കിട്ടിയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ അത്ര ഷോ വരാത്തൊരു ഏരിയ ആയതുകൊണ്ടും കൂടെയാണ് ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കളർ ഫെയ്ഡ് അല്ല, ഇതിൻ്റെ നാച്ചുറൽ കളർ അല്ലെങ്കിൽ ഇതിൻ്റെ കളർ ഇത്രയേ വരുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ ഏറ്റവും ഡാമേജ് ആയിട്ടുള്ള ഡോറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാതിരിക്കാൻ എനിക്ക് പറ്റും, പക്ഷേ ഞാൻ ഇത് കാണിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്റ്റീരിയറിൽ വരുന്ന, പുറത്ത് വരുന്ന, നമ്മൾ തീരെ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഡോറാണ് എക്സിറ്റ് ഡോറ്. ഫസ്റ്റ് ഫ്ലോറിൽ ഇതുപോലെ ടെറസിലേക്കൊക്കെ മിക്ക വീടുകളിലും നനയാൻ ചാൻസ് ഉണ്ട്, കണ്ടല്ലേ? നനഞ്ഞതിൻ്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. മരത്തിൻ്റെ തടി കൊണ്ടുള്ള ഡോറുകൾ എക്സിറ്റ് ഡോറായിട്ട് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് ഡാമേജ് ആകും. ഇതിപ്പോൾ ഒരു വർഷം കൊണ്ട് പറഞ്ഞാൽ നനഞ്ഞു ഒറ്റ മഴക്കാലേ കിട്ടിയുള്ളൂ. അതുപോലെ അതിൻ്റെ ഈ ഒരു ക്ലിയർ കോട്ട് പോയി. പോളിഷ് ചെയ്താൽ കുറച്ചും കൂടെ കിട്ടുമായിരിക്കാം, എന്നാലും മരത്തടി കാണുന്ന ലെവലിലേക്ക് ആയി മാറി. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നനവ് വരും, ഈർപ്പം വരും, ചെതൽ പെട്ടെന്ന് കയറി പോകാൻ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ഉള്ള കുത്തലിൻ്റെ അറ്റാക്ക് കൂടി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് എക്സിറ്റിന് നമ്മൾ സിമെൻറ്റ് കട്ടിലയാണ്, അതുകൊണ്ട് അതിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ഏറ്റവും നല്ലത് ഇന്നത്തെ കാലത്ത് സ്റ്റീൽ കൊണ്ടുള്ള SS-ൻ്റെ മെറ്റൽ ഡോറുകൾ തന്നെയാണ്. നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു തരം ഡോറാണ് സ്കിൻ ഡോർ. റെഡിമെയ്ഡ് ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സ്കിൻ ഡോറുകളാണ് ഈ കാണുന്ന സ്കിൻ ഡോർ. ഇതിൻ്റെ ഈ ഒരു ഫിനിഷിൽ തന്നെയാണ് വരിക. നമുക്ക് ചെറിയ അമൗണ്ടിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി ഈ സ്കിൻ ഡോറുകൾ നിങ്ങൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണല്ലോ. പക്ഷേ ഇതിൽ കൊടുത്തിരിക്കുന്ന കട്ടില ഈ കാണുന്നത് നമ്മൾ ടെസ്റ്റിന് വേണ്ടി വെച്ചിട്ടുള്ള ഒരു കട്ടിലയാണ്. അതായത് കോൺക്രീറ്റ് കൊണ്ടുള്ള കട്ടില, കോൺക്രീറ്റ് ഫിനിഷിൽ വന്ന ഒരു സോളിഡ് ആയിട്ടുള്ള കട്ടില. ഇത് ഫിക്സ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ പടവിൻ്റെ സമയത്താണ് ഫിക്സ് ചെയ്യേണ്ടത്. കോൺക്രീറ്റിൻ്റെ കട്ടിലൊക്കെ വലിയ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അത് പടവിൻ്റെ സമയത്ത് വെക്കുന്നതുകൊണ്ട് ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. പ്ലാസ്റ്ററിങ് അതിൻ്റെ ബാക്കിൽ വരുന്നതുകൊണ്ട് ഇതുപോലെ ഗ്രൂ ഡിസൈനൊക്കെ വരികയാണെങ്കിൽ അതിലൊക്കെ പ്ലാസ്റ്ററിങ് സിമെൻ്റൊക്കെ ആയി മിക്സ് ആവാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ വന്ന ഒരു കംപ്ലൈൻറ്റ്, മേജർ കംപ്ലൈൻ്റ് ആണ്. ഇതിൻ്റെ ലോക്കിന് വരുന്ന ഈ ഹോൾസ്, ഞാൻ നേരത്തെ കാണിച്ച ഹോൾസിൻ്റെ ഇവിടെ പൊട്ടി ബ്രേക്കായി. അത് ചെറുതായിട്ട് റീഫില്ല് ചെയ്ത് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് തന്നെ പറയാം. ഇതൊരു മേജർ കംപ്ലൈൻ്റ് ആണ്. നമ്മളിപ്പോൾ ഇത് റൂം ഡോർ ആയതുകൊണ്ട് ലോക്ക് ആവുന്നുണ്ട്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല. എന്നാലും ഇതുപോലുള്ള കട്ടിലകളൊക്കെ നമ്മൾ വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ കംപ്ലൈൻറ്റ് പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ. നമുക്ക് ലൈഫ് ലോങ് നിൽക്കേണ്ട ഒരു സംഭവം തന്നെയാണ് ഡോറുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതുപോലുള്ള കംപ്ലൈൻറ്റുകൾ വരാതിരിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ കഴിയുന്നതും സിമെൻറ്റ് കട്ടിലകൾ ഡോറുകൾക്ക് ഒഴിവാക്കാം, മെറ്റലിലേക്ക് മാറാം, അതല്ലെങ്കിൽ വുഡിലേക്കൊക്കെ മാറാം. ഈ കാണുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന FRP ഡോറാണ്. FRP ഡോറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളാണ്, ഫിനിഷിങ് സ്റ്റേജിലാണ് വെക്കേണ്ടത്. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കും. നമ്മുടെ വീടിൻ്റെ അളവ് എന്താണോ അതിനനുസരിച്ചാണ് അത് ഫിക്സ് ചെയ്യേണ്ടത്. അവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, അളവ് കറക്റ്റ് അല്ലെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ അവർ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇതേ കണ്ടില്ലേ ഒരു പ്രശ്നം, ഈ മേലെ കാണുന്നത് ഗ്യാപ്പ് കണ്ടില്ലേ? അളവ് മെഷർമെൻറ്റ്സിൽ ചെറിയ വേരിയേഷൻ വന്നതാണ്. അതുപോലെ നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ ലെവലിന് വല്ല കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അതും അതിനകത്ത് എടുത്ത് കാണിക്കും. എന്നാൽ നമ്മൾ ആൾറെഡി സ്ട്രക്ചർ ടൈമിൽ ഫിക്സ് ചെയ്യുന്ന ഡോറുകൾക്കാണെങ്കിൽ ഈ ഒരു പ്രശ്നമല്ല. കാരണം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് ഡോർ ഫിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ്, അത് ലെവൽ ചെയ്ത് അവർ കവർ ചെയ്ത് പോകും. എന്നാൽ ഇത് ഫിനിഷിംഗ് സ്റ്റേജിൽ വെക്കുന്ന ഇതുപോലുള്ള FRP ആണെങ്കിലും UPVC ആണെങ്കിലും അലൂമിനിയം ആണെങ്കിലും ഒക്കെ ഈ പറഞ്ഞ കോർണർ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അത് കറക്റ്റ് അളവായിരിക്കണം. അതായത് വീട് പണിയുന്ന ആൾ എല്ലാത്തിലും ഒരാളാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ കൂടുതൽ സോൾവ് ആയി കിട്ടും. വ്യത്യസ്ത രീതിയിലുള്ള ആളുകൾ നമ്മൾ സെപ്പറേറ്റ് ലേബർ കോൺട്രാക്റ്റൊക്കെ കൊടുക്കുമ്പോഴാണ് ഇതുപോലുള്ള ഇഷ്യൂകൾ കൂടുതൽ കാണാറുള്ളത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മരം കൊണ്ടുള്ള ഡോർ വേണോ സ്റ്റീൽ ഡോർ വേണോ എന്നുള്ള നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാണ്. സ്റ്റീൽ ഡോറിന് കുറേ പ്രത്യേകതകളുണ്ട്, അതുപോലെ മരം കൊണ്ടുള്ള ഡോറിനും കുറേ പ്രത്യേകതകളുണ്ട്. എന്നാൽ ഇതിന് രണ്ടിനും അതിൻ്റെതായ കുറവുകളുണ്ട് താനും. നമുക്ക് ഓരോന്നോരോന്നായി നോക്കാം. അതിൽ പ്രധാനമായിട്ടും കാണുന്ന സ്റ്റൈല്, ഡോറിന് അതാണല്ലോ പ്രധാനപ്പെട്ട ഒരു കാര്യം. സെക്യൂരിറ്റിക്കും അപ്പുറം ഇന്നത്തെ കാലത്ത് കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നത് അതിൻ്റെ രൂപഭംഗിയിൽ തന്നെയാണ്. നമുക്കറിയാം മരം കൊണ്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഏത് മോഡൽ ഡോറുകളും നിർമ്മിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. കസ്റ്റമൈസേഷൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അതിൻ്റെ ഏത് ഹൈറ്റിലേക്കും ഏത് വിഡ്ത്തിലേക്കും കൊണ്ടുപോകാം. എന്നാൽ സ്റ്റീൽ ഡോറുകൾക്ക് അതിൻ്റെതായ സൈസുകൾ വരുന്ന
ഇന്ന് കോമൺ കാണുന്ന സൈസുകളിൽ മാത്രമാണ് സ്റ്റീൽ ഡോർ വരുന്നത്. ചില ബ്രാൻഡുകളെങ്കിലും കസ്റ്റമൈസേഷൻ പറയുന്നുണ്ടെങ്കിൽ കൂടി അത് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്റ്റീൽ ഡോറിൽ. എന്നിരുന്നാലും മോഡലുകൾ ഒരുപാട് ഇറക്കുന്നുണ്ട് സ്റ്റീൽ ഡോറിൽ നമുക്കറിയാം ഓരോ കമ്പനിക്കും അവരുടേതായ ഒരുപാട് മോഡലുകളുണ്ട്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട നമ്മുടെ മോഡൽ തന്നെ വുഡൻ ഗ്രെയിൻസ് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ തേക്ക് വുഡിന്റെ സെയിം സ്റ്റൈലിൽ വരുന്ന ഗ്രൂവ് ഉള്ള ഡിസൈൻ, ഇനി അതല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈൻ, മോഡേൺ ഡിസൈൻ, അതുപോലെ തന്നെ ഹൈറ്റ് കൂടിയ മോഡൽ, വിഡ്ത്ത് കൂടിയ മോഡൽ, മദർ ആൻഡ് ചൈൽഡ് ഡോറുകൾ, അതല്ലെങ്കിൽ അടിപ്പടി ഉള്ളത്, അടിപ്പടി ഇല്ലാത്ത, അങ്ങനെ സ്റ്റീൽ ഡോറുകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള മോഡലുകൾ ലഭ്യമാണ്. അപ്പം മോഡലുകൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഒരുപാടുണ്ട് സ്റ്റീൽ ഡോറിൽ. പക്ഷെ വുഡൻ ഡോറിലാകുമ്പോൾ നമുക്ക് മാക്സിമം കസ്റ്റമൈസേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അടുത്തതായി ഇതിൽ വരുന്ന ഡ്യൂറബിലിറ്റി നമുക്ക് നോക്കാം. സ്റ്റീൽ ഡോറിന്റെ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ലൈഫ് ലോങ് എന്ന് പറയാൻ പറ്റില്ല, കാരണം സ്റ്റീൽ ഡോർ എന്ന് പേരാണെങ്കിൽ കൂടി അത് 304 ഡോറുകളല്ല വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് അതിന്റെ ഫിനിഷിംഗ് ആയി വരുന്നതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുകയില്ല. മിക്ക കമ്പനികളും പുറം രാജ്യത്ത് നിന്ന്, ചൈന പോലുള്ള രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഇവിടുന്ന് അസംബിൾ ചെയ്തിട്ടാണ് ഡോറുകൾ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റീൽ ഡോറിന്റെ മാനുഫാക്ചറിങ് അവർക്ക് അവകാശപ്പെടാനില്ലതാണ്. അങ്ങനെ വരുമ്പോൾ മിക്ക ഡോറുകളുടെയും സ്ട്രക്ചർ, ഡിസൈൻ, ഇതിലൊക്കെ സിമിലാരിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ സ്റ്റീൽ ഡോറുകളിൽ വരുന്ന ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 15 വർഷം നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിലധികം നമുക്ക് കിട്ടും. എന്നാൽ മരത്തടി കൊണ്ടുള്ള ഒരു ഡോറിന് നമുക്ക് ഒരിക്കലും അത്ര വർഷം എന്ന് പറയാൻ പറ്റില്ല. സ്റ്റീൽ ഡോറുകളിൽ നമുക്കറിയാം റസ്റ്റ് പെട്ടെന്ന് കാണുന്നില്ലെങ്കിൽ റസ്റ്റിന് ചാൻസ് ഉണ്ട്, ഫ്യൂച്ചറിൽ റസ്റ്റിന് ചാൻസ് ഉണ്ടായേക്കാം. അതുപോലെ തന്നെയാണ് അതിൽ ഡെന്റ് വന്നു കഴിഞ്ഞാലൊക്കെ ലൈഫ് ലോങ് ആ ഡെന്റ് അവിടെ ഉണ്ടാവും. സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ലൈഫ് ലോങ് ഉണ്ടാവും, നിങ്ങൾ മെയിൻ്റെനൻസിന് പോയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ. പക്ഷെ ഒരു മരം കൊണ്ടുള്ള ഡോറിന് ഡ്യൂറബിലിറ്റി കുറവാണെങ്കിലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പോളിഷ് ചെയ്യാം, അതിൽ റബ്ബ് ചെയ്തിട്ട് അതിനെ മിനുക്കിയെടുത്ത് ഒന്ന് ഇടയ്ക്ക് പോളിഷ് ചെയ്ത് പെയിന്റ് ചെയ്യാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മരത്തടി കൊണ്ടുള്ള ഡോറ്. എന്നാൽ അതിന്റെ ഡ്യൂറബിലിറ്റി ചെതലോ കുത്തലൊക്കെ വന്ന് നശിച്ചു പോവാൻ ചാൻസ് ഉള്ള ഒരു കാര്യം തന്നെയാണ് മരത്തടി. പക്ഷെ ട്രീറ്റ് ചെയ്യാം, നല്ല മരത്തടികൾ ഉപയോഗിക്കാം. കുത്തൽ ഇല്ലാത്തത്, കുത്തൽ കുറവുള്ളത്, അല്ലെങ്കിൽ നല്ല കാതലായിട്ടുള്ള ഉണക്കമുള്ള നല്ല മരങ്ങൾ ഉപയോഗിച്ച് നമുക്ക് മരത്തടി കൊണ്ടുള്ള ഡോറുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ ഡ്യൂറബിലിറ്റി കിട്ടും. നമുക്കറിയാം ഒരുപാട് മരങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ പരിചയപ്പെടുത്തിയ തേക്കാണെങ്കിലും പ്ലാവാണെങ്കിലും അയഞ്ഞിപ്ലാവാണെങ്കിലും മഹാഗണി ആണെങ്കിലും, ഇനി അതിലൊക്കെ കൂടുതൽ ക്വാളിറ്റിയിൽ മർബോ, കൊയില, ഇരുള്, അങ്ങനെ ഒരുപാട് മരം കൊണ്ട് ഇന്ന് ഡോറുകൾ നിർമ്മിക്കുകയും അത് റെഡിമെയ്ഡ് ആയിട്ട് ഫിക്സ് ചെയ്ത് തരുന്ന ആളുകൾ ഇന്നുണ്ട്. നമ്മളെ ചാനലിൽ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നിരുന്നാലും മരത്തടിയിലുള്ള ഡ്യൂറബിലിറ്റി പറയുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ചിന്, കാലാവസ്ഥക്കനുസരിച്ച് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരാറുണ്ട്. കൂടുതൽ കാലം നിൽക്കുമെങ്കിലും ബെൻഡ് ആകാൻ ചാൻസ് കൂടുതലാണ്. അതുപോലെ ഡോറ് അടച്ചു തുറക്കുമ്പോൾ ടൈറ്റ് ആകാൻ, ഇങ്ങനത്തെ ഇഷ്യൂകളും ഇന്ന് നമ്മൾ കണ്ടുവരാറുണ്ട്. അതുപോലെ വെയിലടിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ പെയിന്റ് ഇളകിപ്പോരാനും, അതുപോലെ നനവുള്ള ഏരിയകൾ അതിൻ്റെതായ കുത്തൽ കയറി വരാനും, ചെതൽ പെട്ടെന്ന് വരാനൊക്കെ മരത്തടിക്ക് കാരണമാവാറുണ്ട്. സ്റ്റീലിൽ ഈ കുറവുകൾ ഒരു പരിധി വരെ കുറവ് തന്നെയാണ്. ഇനി ഡോറുകൾ എപ്പോൾ ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത വിഷയം. സാധാരണ രീതിയിൽ വീടിന്റെ സ്ട്രക്ചറൽ ടൈമിൽ തന്നെയാണ് പണ്ട് കാലം മുതൽക്കേ മരത്തടി കൊണ്ടുള്ള കട്ടില വെക്കാറുള്ളത്. കട്ടില വെപ്പ് ഒരു ചടങ്ങ് തന്നെയാണല്ലോ. ഇങ്ങനെ കട്ടില വെക്കുന്ന സിസ്റ്റം നമുക്ക് മരത്തടി, മെറ്റലിന്റെ ഫ്രെയിം വരുന്ന ഡോറുകൾ, അതല്ലെങ്കിൽ WPC, ഇതിനൊക്കെ നമുക്ക് വീടിന്റെ സ്ട്രക്ചറൽ ടൈമിൽ തന്നെ പ്ലേസ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. എന്നാൽ ഇതിന്റെ ബാക്കി വർക്കിൽ ഇതിനൊക്കെ കംപ്ലൈന്റുകൾ വരാം എന്നുള്ളത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് കൂടിയാണ് ഫിനിഷിംഗ് ടൈമിൽ വെച്ചാൽ മതി ഇതുപോലുള്ള സ്റ്റീൽ ഡോറുകൾ എന്ന് പറയുന്നത്. ഈ കാണുന്ന സ്റ്റീൽ ഡോർ കണ്ടില്ലേ, ഇതിന്റെ ഫിനിഷിംഗ് ടൈമിൽ വെച്ചതാണ്. അപ്പോൾ ഫിനിഷിംഗ് ടൈമിൽ വെക്കുമ്പോൾ ഫിനിഷിൽ മാക്സിമം നമുക്ക് ഡ്യൂറബിലിറ്റി കിട്ടും. അതായത് വർക്കിൽ വല്ല കംപ്ലൈന്റോ അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന്റെ കംപ്ലൈന്റോ അതൊന്നും വരുന്നില്ല. കറക്റ്റ് അളവിലായിരിക്കണം നമ്മൾ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ അതിനുണ്ടാകുന്ന കുറവുകൾ, ബലക്കുറവ് പലരും പറയാറുണ്ട്. ലാസ്റ്റ് സ്റ്റേജിൽ വിൻഡോ അല്ലെങ്കിൽ ഡോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബലക്കുറവ് ഉണ്ടാവുന്നു. എന്നാൽ അങ്ങനെ വലിയ ബലക്കുറവൊന്നും ഇതിലൊന്നും വന്നിട്ടില്ല. ഔട്ട്സൈഡിലേക്ക് വരുന്ന ഡോറുകൾക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. എന്നാൽ അതിൻ്റെ ഒരു കുറവ് ഞാൻ പറയാം, ടൈലിലേക്ക് നേരെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണല്ലോ ഈ ഡോറുകൾ വരുന്നത്. കണ്ടില്ലേ, ഇവിടെ ഒരിക്കലും കട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്തിട്ടില്ല. കട്ട് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് പ്ലേസ് ചെയ്യാം, അപ്പോൾ കൂടുതൽ വർക്കും കാര്യങ്ങളും വരും. ഈ കാണുന്ന ഗ്യാപ്പ്, ഡോറുകൾക്കടിയിൽ കൂടുതൽ ഗ്യാപ്പ് വരുന്നതിന് ഇത് കാരണമാകും.
കട്ട് ചെയ്ത് ഇറക്കി വെക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ കാര്യങ്ങൾ സോൾവ് ചെയ്യാം. അപ്പം വർക്ക് കൂടും, കൂടുതൽ ടൈലിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ കൂടും. പക്ഷെ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ സ്റ്റീലിൽ റസ്റ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമായിട്ട് പറയുന്നത്. നമുക്കറിയാം നനച്ച് തുടക്കുന്ന വീടുകളൊക്കെ ആണെങ്കിൽ ഫ്യൂച്ചറിൽ കുറേശ്ശെ റസ്റ്റ് കയറി വരുന്നത് കാണാറുണ്ട്. എന്നാലും ഒരുപാട് ആളുകൾ ഈ ഒരു ഡോറുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. കാരണം മരത്തടിയിൽ വരുന്ന ഈ പറഞ്ഞ കംപ്ലൈൻറ്റുകളൊന്നും ഇതിനകത്ത് വരുന്നില്ല. നനഞ്ഞാൽ അതിലും പ്രശ്നമാണ്, അതിൽ പോളിഷിന് പ്രശ്നമാണ്, അതുപോലെ ഫിനിഷിന് പ്രശ്നമാണ്. കുറച്ച് കഴിഞ്ഞാൽ മരം എന്ന് പറഞ്ഞാൽ ലോക്കൽ മരങ്ങളാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചെതല് കയറി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ടൈൽ അല്ലെങ്കിൽ മാർബിളൊക്കെ ആണെങ്കിൽ മരത്തടിയിൽ നമ്മൾ മെയിൻ ഡോറിന്റെ അടുത്ത് അടിപ്പടിയിലൊക്കെ കറ വലിച്ചെടുക്കുന്ന ഒരു പ്രശ്നങ്ങളും കണ്ടുവരാറുണ്ട്. അപ്പോൾ സ്റ്റീൽ ഡോർ ഫിക്സ് ചെയ്യേണ്ടത് വീട് പണിയുടെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് ഫിനിഷിംഗ് ആയ പെയിന്റിങ് സമയത്ത് അല്ലെങ്കിൽ പെയിന്റിങ് കഴിഞ്ഞിട്ട് ഫിക്സ് ചെയ്താൽ മതി. UPVC ഒക്കെ ഇതുപോലെ തന്നെ കേട്ടോ, ഇതേ ടൈമിൽ ചെയ്യണം. മരത്തടി ആകുമ്പോൾ നേരത്തെ ഫിക്സ് ചെയ്യണം. അതുകൊണ്ട് നേരത്തെ തന്നെ അതിൻ്റെ കംപ്ലൈൻറ്റുകൾക്ക് വേണ്ട വളങ്ങൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, നനക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വർക്കും നടക്കുന്നത് ആ ഡോർ ഫിക്സ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ അതിന് ചാൻസ് കൂടുതലാണ്. സ്റ്റീൽ കമ്പനികൾ പറയാറുള്ളത് ഇതുപോലുള്ള മരത്തടിയുടെ ഡോർ കൊടുക്കുമ്പോൾ എക്കോ ഫ്രണ്ട്ലി അല്ല എന്നാണ്. എക്കോ ഫ്രണ്ട്ലി പറഞ്ഞാൽ നമ്മൾ മരങ്ങൾ വെട്ടിയിട്ടാണല്ലോ ഇതുപോലുള്ള ഡോറുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട് കാലം കഴിയുന്തോറും മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന ഒരു സിസ്റ്റം വരും. എന്നാൽ സ്റ്റീൽ ഡോറുകൾ കൊടുക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. അപ്പോൾ നാടിനെ നശിപ്പിക്കുന്നതിന് ഈ സ്റ്റീൽ ഡോറുകൾ ഒരു കാരണമാകുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ഇന്നത്തെ അവസ്ഥ ചിന്തിക്കരുത്. കുറേ ഫ്യൂച്ചറിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ മരങ്ങൾ കുറഞ്ഞു വന്നാൽ അതിൻ്റെതായ ആ കാലാവസ്ഥാ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. അതിൽ നിന്ന് മോചിതനാണ് ഇതുപോലുള്ള സ്റ്റീൽ ഡോറുകൾ. ഇനി എല്ലാവർക്കും അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ എക്സ്പെൻസുകളാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കോസ്റ്റ് ആണ്. നമ്മൾ ഒരു സാധനം വാങ്ങുമ്പോൾ അത് ലാഭമാണോ ഇത് ലാഭമാണോ നോക്കുന്നത് അതിൻ്റെ പ്രൈസിലാണ്. ക്വാളിറ്റിയും കൂടി ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് അഡീഷണൽ പറയാനുള്ളത്. ഈ ഡോർ എന്ന് പറഞ്ഞാൽ വുഡൻ ഡോറാണ്. വുഡൻ ഡോറും സ്റ്റീൽ ഡോറും തമ്മിൽ കമ്പയർ ചെയ്യുമ്പം ഏതാണ് ലാഭകരം എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ക്വാളിറ്റിയിൽ തന്നെയാണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ഡോറിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സാധാരണ സ്കിൻ ഡോറുകൾ ഉണ്ടല്ലോ. സ്കിൻ ഡോർ എന്ന് പറഞ്ഞാൽ വുഡ് തന്നെയാണ്, പുറമേ ഒരു പോളിഷ് കോട്ടേ ഉണ്ടാവുള്ളൂ. സ്കിൻ ഡോർ എന്ന് പറയുമ്പോൾ നമ്മൾ റൂമിൽ കണ്ട ഡോറുകൾ ഉണ്ട്, റൂം ഡോറുകൾ. അപ്പോൾ അതിൻ്റെ പ്രൈസ് അറിയുമ്പോൾ 2700 2800 മാത്രമാണ് ഒരു ഡോറിന് നമുക്ക് വരുന്നത്. നേരെ പർച്ചേസ് ചെയ്ത് നമുക്ക് നേരെ ഫിക്സ് ചെയ്യാം. പക്ഷേ ഡോർ ലോക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല, അതിൽ എക്സ്ട്രാ നിങ്ങൾ വെക്കണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു എക്സ്ട്രാ വർക്ക്. എന്തായാലും ഡോർ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു കാർപ്പൻറ്റർ വരണം. കാർപ്പൻറ്റർ വർക്കിലാണ് ഈ പോർഷൻ എല്ലാം വരുന്നത്. ഇനി അതിൻ്റെ മേലേക്ക് വരുമ്പോൾ അടുത്ത ഡോർ എന്ന് പറഞ്ഞാൽ മെയിൻ ഡോറുകളാണ്. റൂമിൽ കൊടുക്കുന്ന വുഡൻ ഡോറുകൾ. ആ വുഡൻ ഡോറും ഫ്രെയിം നമുക്ക് മെറ്റലിലാണെങ്കിലും വുഡിലാണെങ്കിലും അതുപോലെ നേരത്തെ കണ്ട സിമെന്റിലാണെങ്കിലും ഒക്കെ അഡീഷണൽ നമ്മൾ വുഡൻ ഡോർ തന്നെയാണ്. ഈ സ്കിൻ ഡോറുകൾ നമുക്ക് അവിടെയും കൊടുക്കാം. അപ്പോൾ അതിൽ വലിയ കോസ്റ്റ് കാര്യങ്ങൾ വരുന്നില്ല. പിന്നെ അതിൻ്റെ കട്ടിലേക്ക് വരുന്ന കോസ്റ്റുകളാണ്. സിമെന്റ് കട്ടിലകൾ വളരെ ചെറിയ പ്രൈസിൽ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതുപോലെ വുഡിലേക്ക് വരുമ്പോൾ 2800 അതുപോലെ 3000 ആ റേഞ്ചിലേക്ക് വരും. ഇനി കട്ടില കൂടി നല്ല മരത്തിലാവുമ്പോൾ 4000 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇനി അതിന്നും മേലേക്ക് വരികയാണെങ്കിൽ ഡോറിലേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ മെയിൻ ഡോറിന്റെ വർക്ക് കോസ്റ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. മെയിൻ ഡോറിന്റെ വർക്ക് കോസ്റ്റ് എന്ന് പറയുമ്പോൾ കാർപ്പൻട്രി വർക്ക് കൂടുതൽ തന്നെയാണ്. അത് ഓരോ നാട്ടിലെ കാർപ്പൻറ്റർമാരുടെ കോസ്റ്റിനനുസരിച്ചാണ്. നമ്മൾ ലേബർ കോസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം 1000 രൂപ റേഞ്ചിലാണ് ഒരു ദിവസത്തെ ചാർജ് വരിക. അപ്പോൾ ഇതിനകത്ത് വരുന്ന വർക്ക് എന്തൊക്കെയാന്ന് നോക്കാം. അത് ഈ വാതിൽക്കട്ടില സെപ്പറേറ്റ് ഉണ്ടാക്കണം. സെപ്പറേറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വീടിൻ്റെ സ്ട്രക്ചർ ടൈമിലാണ് ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്ത് വാതിൽക്കട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3000 രൂപയോളം അതിന് കോസ്റ്റ് വന്നിട്ടുണ്ട് എന്ന് കരുതി ചെറിയ ഡോറിന് അത്ര കോസ്റ്റ് വരില്ല. നമുക്ക് ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ വർക്ക് ഒരു ലേബറെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് വരുമ്പോൾ മെയിൻ ഡോറിന്റെ വർക്കുകൾ നമുക്കറിയാം. നമ്മളെ മുൻപുള്ള വീഡിയോ കണ്ട ആളുകളാണെങ്കിൽ അറിയാം, ഇതൊക്കെ ഓരോ പീസുകളായിരുന്നു, അതിനെ ജോയിൻ ചെയ്ത് അങ്ങനെ കുറെ ഒരു 3-4 ദിവസത്തെ വർക്ക് ഈ ഡോറിൽ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മളെ നാട്ടിൽ ചെറിയൊരു മെയിൻ ഡോറിന് കോസ്റ്റ് 8000 രൂപ മുതൽ 12000 രൂപ വരെയാണ് കാർപ്പൻറ്റേഴ്സ് ചാർജ് ചെയ്യുന്നത്. അത് വുഡിനനുസരിച്ചും അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചൊക്കെ കിട്ടും. പിന്നെ ഇതിലേക്ക് വാങ്ങുന്ന വുഡിന്റെ ചാർജ് ഓരോ വുഡിനനുസരിച്ചും ഡിഫറെൻ്റ് ആണ്, ഷോപ്പിനനുസരിച്ചും ഡിഫറെൻ്റ് ആണ്, നാടിനനുസരിച്ചും ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് നേരെ സ്റ്റീലിലേക്ക് വരാം. സ്റ്റീലിന്റെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഡോറ് റൂം ഡോർ ആണ്. റൂം ഡോറിലാണല്ലോ സ്റ്റീൽ ഡോർസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ കട്ടില ഉൾപ്പെടെ ഡോർ ഉൾപ്പെടെ ലോക്ക് ഉൾപ്പെടെ ടോട്ടൽ കോസ്റ്റ് ആണ് അവർ കണക്കാക്കാറുള്ളത്.
18,000 രൂപ മുതൽ ഇന്ന് മാർക്കറ്റിൽ പല ബ്രാൻഡുകളിൽ സ്റ്റീൽ ഡോർ ഉണ്ട്. എന്നിരുന്നാലും പ്രൈസ് വേരിയേഷൻസ് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റീൽ ഡോറിലൊക്കെ ഒരു 19,000 20,000 റേഞ്ചിൽ തന്നെയാണ് റൂം ഡോർസിന് ഇപ്പോൾ നല്ല ഡോറുകൾ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒരുപാട് കോസ്റ്റ് ഇതിൽ കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ കാർപ്പൻട്രി വർക്കില്ല, അതിൽ വേണ്ട പോളിഷ് പെയിൻറ്റിങ്, അതുപോലെ മറ്റ് ട്രീറ്റ്മെൻറ്റുകൾ ആവശ്യം വരുന്നില്ല, ഫിക്സിങ് അവർ തന്നെ വന്ന് ചെയ്ത് തരും. ഇങ്ങനെ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട് സ്റ്റീൽ ഡോറിൽ. അപ്പോൾ ഈ 19,000 രൂപ എന്ന് പറയുന്നത് നമ്മളൊരു ആശാരിനെ വിളിക്കുന്ന കോസ്റ്റ് മുതൽ മരത്തടി വാങ്ങി മില്ലിൽ പോയി കട്ട് ചെയ്യുന്ന ഇങ്ങനെ കുറേ കോസ്റ്റുകളുണ്ട്. അതിനെല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മളൊരു വീട്ടിലേക്ക് ഒരു ഡോറല്ലല്ലോ വാങ്ങുന്നത്, കൂടുതൽ ഡോറുകൾ ഉണ്ടാകുമ്പോൾ കാർപ്പൻട്രി വർക്കൊക്കെ നമുക്ക് മുടനാവുമ്പോൾ കുറച്ച് കോസ്റ്റ് കുറയുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒന്നാമതുള്ളത് ഈ പറഞ്ഞ സൈസ്. ഇനി ഇതിൻ്റെ മേലേക്ക് വരുന്ന സൈസുകൾ, ഒരു എൻട്രൻസ് ഡോറ് 1.20 1.10 ആ റേഞ്ചിലൊക്കെ വരുമ്പോൾ 35,000 രൂപ മുതൽ അതിൻ്റെ മേലേക്കാണ് ഡോറുകൾ വരുന്നത്. അതിൽ തന്നെ പല മോഡലുകൾ വരുന്നുണ്ട്. ഇത് സിംഗിൾ ലീഫ് ആണെങ്കിൽ ഡബിൾ ലീഫ് വരും, അതിൽ തന്നെ ഒരു ലീഫ് വലുതും ഒരു ലീഫ് ചെറുതും അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രൈസ് കൂടി വരും. 1 ലക്ഷം വരെയുള്ള അടിപൊളി ഡോറുകളുണ്ട്. എന്നാൽ ഇന്ന് വലിയ ഡിസൈനുകളിൽ വലിയ ഡോറുകൾ മിക്ക കമ്പനികളും ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ പ്രൈസ് ആണെങ്കിൽ ഇതാ 1 ലക്ഷം 1.5 ലക്ഷം അങ്ങനെ പോകുന്നു. അപ്പോൾ സ്റ്റീൽ ഡോറുകൾ കൊണ്ടുള്ള അത്രയും വലിയ ഡിസൈനുകൾ നമ്മൾ ഒരു കാർപ്പൻറ്ററെ വെച്ച് ചെയ്യാനിരുന്നാൽ നമുക്ക് അതിലും വലിയ കോസ്റ്റ് വരും. പിന്നെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന ഓരോ വർക്കിനും കോസ്റ്റ് കൂടി വരും. അപ്പോൾ മരത്തടി ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ചൂസ് ചെയ്യട്ടെ. അതിൻ്റെ കോസ്റ്റ് നമുക്കറിയാം കൂടുതൽ തന്നെയാണ്. എന്നാൽ സ്റ്റീൽ ഡോർ നമ്മൾ വൺ ടൈം വാങ്ങുന്നത് കൊണ്ട് അതിൻ്റെ കോസ്റ്റ് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റീൽ ഡോർ ഇഷ്ടപ്പെട്ട് നമുക്ക് വേറെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ സ്റ്റീൽ ഡോറും യൂസ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റുകൾ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് ജസ്റ്റ് കമൻറ്റും കൂടെ ചെയ്യണം. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് കൂടുതൽ അറിവുകൾ കിട്ടുന്നെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിക്കോ ഒക്കെ വീഡിയോ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.